മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇറാനിൽ നിന്ന് വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 12,000-ലധികം ആളുകൾ ഇറാനിൽ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആയത്തുള്ള അലി ഖൊമൈനി എന്ന മതഭ്രാന്തനാലാണ് ഇത്രത്തോളം ആളുകൾ ഇറാനിൽ കൊല്ലപ്പെട്ടത്. അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം. ഈ ഒരു വാർത്ത പുറത്തു വന്നിട്ടും നമ്മുടെ കേരളത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇല്ലാത്തത് നമ്മുടെ കേരളം എത്രത്തോളം വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. കാരണം മറ്റൊന്നല്ല, നമ്മുടെ കേരളത്തിൽ മുസ്ലിം ലീഗ് ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും സകല ജിഹാദി സംഘടനകളാണെങ്കിലും സകലരും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് ഗാസയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങും. അങ്ങനെ ലോകത്ത് ജിഹാദികൾക്ക് വേണ്ടി, അത് ഹിസ്ബുള്ളക്ക് വേണ്ടി ഇറങ്ങും, ഹൂത്തിക്ക് വേണ്ടി ഇറങ്ങും, പ്രതിഷേധങ്ങൾ നടത്തും, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണങ്ങൾ നടത്തും, ഇസ്രായേലിനെതിരോ എന്ന് പറഞ്ഞ് ആഘോഷിക്കും. ഇവരാരെയും തന്നെ നമ്മൾ കേരളത്തിൽ ഇറാൻ വിഷയത്തിൽ കാണുന്നില്ല. മുസ്ലിങ്ങളാ 12,000-ൽ അധികം ആളുകൾ കൊല്ലപ്പെട്ടതിൽ ബഹുഭൂരിപക്ഷവും കൊല്ലപ്പെട്ടത്. എന്തുകൊണ്ടാ സാധാരണ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു ജിഹാദികളും ഈ പറയുന്ന ഒരു പാർട്ടികളും രംഗത്തിറങ്ങാത്തത്? അവരൊക്കെ യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നത് ജിഹാദിസത്തെയാണ്. ജിഹാദിസത്തെ പൊക്കിപ്പിടിച്ച് മാത്ര മുസ്ലിം ലീഗ് പോലും മുന്നോട്ട് പോകുന്നത്. കാരണം എന്താ? ജിഹാദിസത്തെ അനുകൂലിച്ചാലേ പ്രീണിപ്പിച്ച് വോട്ടിട്ടു. അല്ലാതെ സാധാരണ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇറാനിൽ കൊല്ലപ്പെട്ട 12,000-ലധികം ആളുകൾക്ക് വേണ്ടി ഇവരൊന്നും തന്നെ എന്തുകൊണ്ടാണ് രംഗത്തിറങ്ങാത്തത്? ലളിതമായിട്ടുള്ള ചോദ്യമല്ലേ? പ്രത്യേകം ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുന്നോട്ട് വെക്കാം. ഈ പറയുന്ന ആയത്തുള്ള അലി ഖൊമൈനി മതഭ്രാന്തന്മാരുടെ ഭരണകൂടം എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളുടെ ഭരണകൂടം. ഈ ഷിയ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, സുന്നി വിഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ തന്നെ ഇ കെ വിഭാഗം, AP വിഭാഗം, അത് കഴിഞ്ഞ് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, അങ്ങനെ ഒരുപാട് സംഘടനകളാണ്. അതിൽ ഷിയ മുസ്ലിങ്ങൾ വരുന്നത് വളരെ നാമമാത്രമായിട്ട്, വളരെ വളരെ തുച്ഛമായിട്ട് മാത്രമേ ഈ പറയുന്ന ഷിയ മുസ്ലിങ്ങൾ വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് പോലും പ്രത്യേകം ഓർക്കേണ്ടതാണ്, ഈ പറയുന്ന ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഷിയ മുസ്ലിം ഭരണകൂടത്തിനെതിരെ രംഗത്തുള്ള പ്രതിഷേധക്കാരിൽ ഭൂരിപക്ഷം വരുന്നത് സുന്നി മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളാണ്. അവിടെയുള്ള സാധാരണ സകല ആളുകളുമുണ്ട്. എന്നിരുന്നാലും സുന്നി മുസ്ലിങ്ങൾ ഒന്നടങ്കം ഷിയ മുസ്ലിം ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ അണിനിരന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിൽ സുന്നി മുസ്ലിങ്ങളാണ് കൂടുതലുള്ളത്. എന്നിട്ട് പോലും ഇവർ ഷിയ മതഭ്രാന്തന്മാരുടെ ഈ പറയുന്ന ആയത്തുള്ള അലി ഖൊമൈനി മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം അപകടത്തിൽ തന്നെയാ മുന്നോട്ടത്. കാരണം കേരളത്തിലെ ഈ പച്ചവർഗീയ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരു മതത്തിലെ സാധാരണക്കാരോടല്ല, മറിച്ച് ആയുധമേന്തുന്ന, അടിച്ചമർത്തുന്ന, 12,000-ലധികം ആളുകളെ കൊല ചെയ്യുന്ന ഹമാസ് പോലെയുള്ള ഭീകര സംഘടന 1,200-ലധികം ആളുകളെ കൊല ചെയ്യുന്ന 12,000 ആളുകളെ ഇറാനിൽ, 1,200-ലധികം ആളുകളെ ഇസ്രായേലിലൊക്കെ കൊല ചെയ്ത ജിഹാദി സംവിധാനങ്ങളെ മാത്രമേ നമ്മുടെ കേരളത്തിലെ ഇത്തരം ജിഹാദി സംഘടനകൾ, മുസ്ലിം ലീഗ്, CPI, ഈ പറയുന്ന UDF, LDF ഒക്കെ പിന്തുണക്കുന്നുള്ളൂ. എന്ത്? ഇറാനിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെട്ടതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. അവർക്ക് വേണ്ടി എന്തേ ഇവിടെ ആളുകൾ രംഗത്തിറങ്ങാത്തത്? കേരളത്തിലെ ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. എത്രത്തോളം അപകടത്തിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ വ്യക്തമാക്കാൻ സാധിക്കും, വളരെ വലിയ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. ജിഹാദികൾക്ക് വേണ്ടി മാത്രമേ നമ്മുടെ തെരുവിൽ ഇവരിറങ്ങൂ. ഈ പറയുന്ന സാധാരണ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവരൊന്നും തെരുവിൽ ഇറങ്ങില്ല എന്നുള്ളത് ഇറാനിലെ വിഷയത്തെ കൃത്യമായിട്ട് വരച്ച് കാട്ടുന്നു. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു യുവാവായിട്ടുള്ള 26 വയസ്സ് മാത്രം പ്രായമുള്ള ഇർഫാൻ സോൾട്ടാനിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തൂക്കിലേറ്റാൻ പോവുക ഇറാൻ മതഭ്രാന്തന്മാര്. എന്തിന്റെ പേരിൽ? പ്രതിഷേധിച്ചതിന്റെ പേരിൽ. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്ന് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിനെതിരെ പച്ച തെറിവിളികളുമായിട്ട് നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു വാർത്ത വായിച്ചു കേൾപ്പിക്കാം. 26-കാരനായ ഇർഫാൻ സോൾട്ടാനിക്കാണ് ആസന്നമായ വധശിക്ഷ നേരിടേണ്ടി വരുന്നത്. ജനുവരി ആദ്യവാരം ടെഹ്റാനിലെ ഫാർഡിസയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ജനുവരി 8-നാണ് ഇദ്ദേഹത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്.
ബുധനാഴ്ച ശിക്ഷ നടപ്പിലാക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും മനുഷ്യാവകാശ സംഘടനകളും സൂചിപ്പിക്കുന്നത്. ഈ ദിവസം ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പോലും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ആ ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോയെ എവിടെ കൊടുക്കുന്നത്? ഈ ഒരു മുസൽമാനായിട്ടുള്ള ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തില് ഒരാളും രംഗത്തിറങ്ങുന്നില്ല. ഇത് അതേ സമയത്ത് ഗാസ, പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഇതേ ഫോട്ടോ മതി. ഇവിടെ ഒരു 100 ദിവസത്തേക്ക് പ്രതിഷേധവും അങ്ങേറ്റത്തെ റാലികളും നടത്താൻ. എന്നാൽ ജിഹാദികൾക്ക് എതിരായിട്ട് നിലകൊള്ളുന്ന സാധാരണ മുസ്ലിമിനെ ഇവിടെ ഒരാൾക്കും വേണ്ട. അതല്ല ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിനെതിരെയൊക്കെ തെറി വിളിച്ച് ജിഹാദികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഓരോ കമന്റുകളാണ്. നമ്മുടെ കേരളത്തിലെ ജിഹാദി മൈൻഡ് എത്രത്തോളമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയണോ? ആദ്യത്തെ കമന്റ്, എല്ലാത്തിനെയും പരലോകത്തേക്ക് വിടും. ഇത് ഇറാൻ, മൊസാദ് ചാരന്മാർ ഒന്നും ഭൂമിയിൽ ഉണ്ടാകില്ല. ഇറാന്റെ ഭൂമിയിൽ ഈ പറയുന്ന ഇർഫാൻ എന്ന് പറയുന്നവരെ, ആ ഒരു വ്യക്തിയെ മൊസാദ് ചാരനാക്കി പ്രതിഷേധക്കാർക്കിടയിൽ നിന്ന് പ്രതിഷേധക്കാരെ പിടിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തൂക്കിലേറ്റുന്നതിനെ ന്യായീകരിക്കുക. ഈ പറയുന്ന ആയത്തുള്ള അലി ഖൊമൈനി എന്ത് നെറികേട് ചെയ്താലും നമ്മുടെ കേരളത്തിലൊക്കെ ന്യായീകരിക്കുക. അതേ സമയത്ത് അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊപ്പം ഇവിടെയുള്ള ഒരു ജിഹാദിയും നിലകൊള്ളുന്നില്ല. ഇതൊക്കെ ബോധമുള്ള സകല മലയാളികൾ തിരിച്ചറിയേണ്ടതാ. അടുത്തത് ഇസ്രായേലിന്റെ എച്ചിൽ ഡേഷ് എന്നൊക്കെയാ പറയുന്നത്. അതായത് അവിടെ ഏതൊരു സാധാരണക്കാരെ അറസ്റ്റ് ചെയ്താലും ഇസ്രായേലിന്റെ ചാരൻ, ഇസ്രായേലിന്റെ എച്ചിൽ, ആ ടൈപ്പിലാണ് നമ്മുടെ കേരളത്തിലെ സകല ജിഹാദികളും. അല്ല, ഇസ്രായേലിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇറാനിൽ. ഇവര് പറയുന്നത് കേട്ടാൽ 18,000-ലധികം ആളുകൾ അറസ്റ്റ് ചെയ്തു. സകലരും ഇസ്രായേലിന്റെ ചാരൻ. നാളെ അതിൽ പ്രചരണം നടത്താന് ഇതൊക്കെ ബോധമുള്ള സകല മലയാളികൾ തിരിച്ചറിയണോ? അടുത്ത കമന്റാണ്, ഇവൻ മൊസാദ് ഭീകരൻ, ജൂത പരിശ, തൂക്കണം ഹിമാറിനെ എന്നൊക്കെയാണ് ഒരു കമന്റ്. ഒരു ഷബീർ അഹമ്മദ് കാസിമി എന്നാണ് പേര്. ഈ ജൂതനൊക്കെ ഇയാൾക്ക് ജീവിതത്തിൽ നമ്മുടെ കേരളത്തിൽ ഈ ജിഹാദികൾ ഏതെങ്കിലും ഒരു ജൂതനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഒരു സൗഹൃദത്തിലായിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരേ ഒരു ജൂതനെ ഇവരൊക്കെ അറിയൂ. അത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അതിങ്ങനെ വാർത്തയിൽ വരുന്നത് കൊണ്ട് കണ്ട് എന്നല്ലാതെ ഒരു ജൂതനോട് പോലും ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കാത്ത ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ജൂതന്റെ മേലോട്ട് ഇങ്ങനെ കുതിര കയറാൻ വരുന്നത്? ആരറസ്റ്റ്? ഇർഫാൻ സോൾട്ടാനി എന്ന് പറയുന്ന ഒരു മുസൽമാനായിട്ടുള്ള സാധാരണക്കാരന് ഇറാൻ മതഭ്രാന്തന്മാര് തൂക്കിലേറ്റാൻ പോകുമ്പോഴും അത് ജൂതനാണോ എന്ന് പറയാൻ നാടല്ലേ? ജൂത മതത്തിലേക്ക് അങ്ങനെ ആരെയും എടുക്കുന്നില്ല. അതിന് അതിൻ്റെതായ ഒരുപാട് പവിത്രതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പവിത്രത ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഈ ജിഹാദികൾ. ഇവരൊക്കെ സ്വന്തം മതത്തെ അല്ലെങ്കിൽ അപമാനിച്ചോണ്ടിരിക്കും, മറ്റു മതങ്ങളെ ഇങ്ങനെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട്. സകല മലയാളികളും തിരിച്ചറിയാം നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ, പ്രത്യേകിച്ച് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കുക, കേരളത്തിലെ ജിഹാദികൾക്ക് ആയുധമേന്തുന്ന മതഭ്രാന്തന്മാരുടെ ഒപ്പം മാത്രമേ നിൽക്കൂ. 12,000-ലധികം ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടും ഇവിടെ ഒരാൾക്കൊരു വേദനയില്ല. ഇതൊക്കെ ഈ ഇരട്ടത്താപ്പൊക്കെ സകലരും തിരിച്ചറിയണം. ഇവർക്ക് ജിഹാദികൾക്കൊപ്പേ നിൽക്കൂ. ഈ ജിഹാദികൾക്ക് വേണ്ടിയേ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറങ്ങൂ. പ്രീണനം, ജിഹാദികളെ പിന്തുണച്ചാലേ പ്രീണിപ്പിച്ച വോട്ടൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകാൻ സാധിക്കൂ. ഇറാനിലെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാത്ത ഇവരൊക്കെ എന്ത് മതസ്നേഹക്കാണ് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാറുള്ളത്? ജിഹാദികൾ നമ്മുടെ രാജ്യത്തിന് ആപത്താണ്. നമ്മുടെ രാജ്യത്തെ സകല ആളുകൾക്കും ആപത്താണ് ജിഹാദികൾ എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ആയത്തുള്ള അലി ഖൊമൈനിയുടെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടം വളരെ പെട്ടെന്ന് തന്നെ തകർന്ന് തരിപ്പണമാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.